ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് ആൽക്കഹോൾ. നമ്മൾ നിത്യജീവിതത്തിലും അതേപോലെ ഇൻഡസ്ട്രിയൽ ലൈഫിലും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ വിവിധ രീതികളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മളിന്ന് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലൂടെയാണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഫസ്റ്റ് തന്നെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്നാണെന്ന് പറയാം. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് മെഗ്നീഷ്യം ആൽക്കൈൽ ഹാലൈഡോ അല്ലെങ്കിൽ അറൈൽ ഹാലൈഡോ ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് തന്നെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയാം. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡ് മെഗ്നീഷ്യം സസ്പെൻഷനിൽ മിക്സ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കിട്ടുക. അത് ഈതറിൻ്റെ സോൾവെൻറ്റിലായിരിക്കണം മിക്സ് ചെയ്യുന്നത്. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഈ RX എന്നുള്ള ഈ X ഹാലൈഡ്സ് ആണ്. ക്ലോറിൻ, ബ്രോമിൻ അതെല്ലാം നമുക്ക് ഇവിടെ എടുക്കാം. ഇത് Mg മെഗ്നീഷ്യം അതേപോലെ ഈതറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാവുന്നു. R എന്ന് പറയുന്നത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഹൗ ടു പ്രിപ്പയർ പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫോർമാൽഡിഹൈഡ് എന്നാണ്. ഈ ഫോർമാൽഡിഹൈഡും അതേപോലെ തന്നെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റും എടുക്കുക. രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ മെഗ്നീഷ്യം ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിന് ഡെൽറ്റ പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് ഡെൽറ്റ നെഗറ്റീവ് ചാർജും കിട്ടും. കാർബൺ ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് കാർബൺ ഇലക്ട്രോ പോസിറ്റീവും ഓക്സിജന് ഇലക്ട്രോ നെഗറ്റീവും കിട്ടും. ഇതൊരു ന്യൂക്ലിയോഫൈൽ അറ്റാക്കാണ്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് കിട്ടിയ ഈ പ്രൊഡക്റ്റ്, അതായത് RCH2OMgX നമ്മൾ വാട്ടറുമായിട്ട് ഹൈഡ്രോളിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടും. നെക്സ്റ്റ് ഹൗ ടു പ്രിപ്പയർ സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ ഈ ഫസ്റ്റ് ഹൗ ടു പ്രിപ്പയർ പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാൽഡിഹൈഡും പിന്നെ ഒരു ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ RCH2OMgX കിട്ടും. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഡെൽറ്റ നെഗറ്റീവ് ചാർജും അതേപോലെ തന്നെ Mg ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് ഡെൽറ്റ പോസിറ്റീവ് ചാർജും, കാർബണിനും ഡെൽറ്റ പോസിറ്റീവ്, ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഡെൽറ്റ നെഗറ്റീവ് ചാർജും കിട്ടും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. ഇത് വാട്ടറുമായിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈമറി ആൽക്കഹോളും അതിൻ്റെ ഒപ്പം ഈ പ്രൊഡക്റ്റും കൂടെ കിട്ടും. ഹൗ ടു പ്രിപ്പയർ സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുന്നത് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രിഗ്നാർഡ് റിയേജൻറ്റും അതുപോലെ വേറൊരു ആൽഡിഹൈഡും, ഫോർമാൽഡിഹൈഡ് അല്ലാതെ വേറെ ഏത് ആൽഡിഹൈഡ് എടുത്താലും നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. നെക്സ്റ്റ് ഹൗ ടു പ്രിപ്പയർ ടെർഷ്യറി ആൽക്കഹോൾ. ടെർഷ്യറി ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത് കീറ്റോൺ ഗ്രൂപ്പ് അടങ്ങിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് R3COMgX കിട്ടും. ഇത് വാട്ടറുമായിട്ട് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും. ഇതൊരു ന്യൂക്ലിയോഫിലിക് അറ്റാക്കാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്ന 3 മെത്തേഡ്സ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഇൻഡസ്ട്രിയൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്.